ഹലോ, അസ്സലാമലൈക്കും, വെൽക്കം ബാക്ക്. അപ്പോൾ എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. അൽഹംദുലില്ലാ, ഞങ്ങളിവിടെ റാഹത്താണ്. ഇന്നത്തെ വീഡിയോ ഒരു ഇഫ്താർ വ്ളോഗാണ് കേട്ടോ. അപ്പോൾ എപ്പോഴും പറയാറുള്ളത് പോലെ തന്നെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഫുള്ളായിട്ടൊന്ന് കാണാൻ ശ്രമിക്കുക കേട്ടോ. അതേപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും ഒന്ന് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. സമയം ഇപ്പോൾ 9 മണിയാണ് കേട്ടോ. നല്ല വെയിലും നല്ല ചൂടുമാണ് ഇപ്പോൾ തന്നെ. ഇന്ന് ഷാമോൻക്ക് ട്യൂഷൻ ഉള്ളത് രാവിലെ 9 മണിക്കാണ്. അപ്പം ഞാൻ അവനെ കൊണ്ടുപോയാക്കാണ് കേട്ടോ ട്യൂഷൻ സെൻറ്ററിലേക്ക്. ഇസു ഉണ്ട് നമ്മളെ കൂടെ. ശരിക്കും ഷാമോന് സ്കൂൾ എക്സാം നടന്നുകൊണ്ട് നിൽക്കുകയാണ് കേട്ടോ. ഇനിയൊരു 3 എക്സാമും കൂടി ഉള്ളൂ. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ സ്കൂൾ ക്ലോസ് ചെയ്യും. അപ്പോൾ അതാ ട്യൂഷൻ സെൻറ്ററിൽ എത്തിയിട്ടുണ്ട്. പിന്നെ ഞാൻ തിരിച്ച് വന്നതിന് ശേഷം ആദ്യം തന്നെ അരി വെള്ളത്തിലിട്ടതാണ്. 5 നോമ്പായപ്പോൾ തന്നെ ഷാമോന് ഇന്നും പത്തിരിയാന്നുള്ള ചോദ്യം തുടങ്ങി. അപ്പോൾ ഞാൻ തൽക്കാലം ഒരു ആശ്വാസത്തിന് വേണ്ടിയിട്ട് ഇന്ന് ഓട്ടട ഉണ്ടാക്കാമെന്നാണ് വിചാരിക്കുന്നത്. പിന്നെ വീട്ടിലെ ക്ലീനിങ് ഒക്കെ കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ കുക്കിംഗ് പരിപാടി തുടങ്ങിയത്. അപ്പോൾ ഞാൻ ആദ്യം തന്നെ കറിയാണ് ഇട്ട് ഉണ്ടാക്കുന്നത്. ഇന്ന് ചിക്കൻ കറിയാണ് ഇട്ട് ഉണ്ടാക്കുന്നത്. അപ്പോൾ സാധാരണ എല്ലാവരും ഉണ്ടാക്കണ പോലത്തെ ഒരു ചിക്കൻ കറി തന്നെയാണ് ഇട്ട് അന്ന് ഉണ്ടാക്കുന്നത്. മുളക് പൊടിയും മല്ലിപ്പൊടിയും ഗരം മസാലയും കുരുമുളക് പൊടിയും ഒക്കെ ഇട്ടിട്ട് പിന്നെ ഇതിലേക്ക് ഞാൻ കുറച്ച് ചിക്കൻ മസാലയും കൂടിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ ഈ കറി തേങ്ങ അരച്ച് പാരാണ് കേട്ടോ ചെയ്യണത്. എന്നും മുളക് കറിയാണല്ലോ, അപ്പം ഇന്നൊന്ന് മാറ്റി പിടിച്ചിട്ട് തേങ്ങ അരച്ച് പാരാന്നാണ് വിചാരിക്കുന്നത്. അപ്പം നമ്മൾ ഓട്ടടയ്ക്ക് നല്ല രസമാണ് കേട്ടോ ഈ തേങ്ങ അരച്ച് പറഞ്ഞ ചിക്കൻ കറി. തേങ്ങ അരച്ച് പറഞ്ഞതിന് ശേഷം പിന്നെ കൂടുതൽ നേരം തിളപ്പിക്കരുത്. അപ്പോൾ അത് നമ്മളെ കറി റെഡി ആയിട്ടുണ്ട്. പിന്നെ എൻ്റെ കുളിയും നിസ്കാരമൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് ഈസുവിന് ഫുഡ് കൊടുക്കുന്നത്. അപ്പോൾ ഇന്ന് ഞാൻ കുറച്ച് നെയ്ച്ചോറാണ് കേട്ടോ ഈസുവിന് ഉണ്ടാക്കിയത്. അവന് ഫുഡ് കൊടുത്ത് ഉറക്കിയിട്ട് വേണം വീണ്ടും എനിക്ക് കിച്ചണിലേക്ക് കയറാനും ബാക്കി പരിപാടിക്ക്. ഇതിൻ്റെ ഇടയിൽ നമ്മളെ വീട്ടിലൊരു കുഞ്ഞ് അതിഥി വന്നിട്ടുണ്ട്. ഇവളാണ് ഇട്ട കല്ലു, നമ്മളെ വീടിൻ്റെ താഴെയുള്ളതാണ്. ഇവരും നമ്മളെപ്പോലെ തന്നെ ജോലിക്കായിട്ട് ഇങ്ങോട്ട് വന്നവരാണ്. ഇവരെ നാട് ആലപ്പുഴയാണ് കേട്ടോ. പിന്നെ ഇവരെ വീട്ടിൽ ഒരാളും കൂടി ഉണ്ട് കേട്ടോ, നമ്മളെ ആദു സ്കൂളിൽ പോയതാണ്. കല്ലും ഇസും ഭയങ്കര ഫ്രണ്ട്സാണ് കേട്ടോ. അപ്പോൾ ഓരോരോ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, രണ്ടാളും കളിക്കുകയാണ്. പിന്നെ ഞാൻ 2 മണിയായപ്പോൾ തന്നെ കിച്ചണിലേക്ക് കയറി. വീഡിയോ എടുക്കണോണ്ട് തന്നെ ഒരുപാട് സമയം പോകും, അതുകൊണ്ടാണ് കേട്ടോ നേരത്തെ കയറുന്നത്. അപ്പോൾ അതാ കുറച്ച് ചെമ്മീൻ കിട്ടിയിട്ടുണ്ടായിന്. അപ്പോൾ ഇത് വെച്ചിട്ട് ചെമ്മീൻ റോസ്റ്റ് ഉണ്ടാക്കാന്ന് കേട്ടോ വിചാരിക്കുന്നത്. ഒരു സിമ്പിളായിട്ടുള്ള രീതിയിലുള്ള ഒരു ചെമ്മീൻ റോസ്റ്റാണ് കേട്ടോ റെഡിയാക്കണത്. അപ്പോൾ ഇതിനായിട്ട് ചെമ്മീനിലേക്ക് കുറച്ച് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പും ചേർത്തിട്ട് നന്നായിട്ട് ഇതൊന്ന് മാഗ്നേറ്റ് ചെയ്ത് വെക്കാം കേട്ടോ. അപ്പോൾ ഈ സമയത്ത് തന്നെ ഞാൻ പെട്ടെന്ന് ഇതിലേക്കുള്ള ഉള്ളിയും തക്കാളിയൊക്കെ ഒന്ന് കട്ട് ചെയ്യാണ് കേട്ടോ. പിന്നെ നമ്മൾ ഇസും കല്ലും അവിടുന്ന് കളിക്കുന്നുണ്ട്. അപ്പോൾ അവരുടെ അടുത്തൊക്കെ ഒന്ന് ശ്രദ്ധിക്കും വേണം, കാരണം അവർ രണ്ടാളും ചെറിയ കുട്ടികളല്ലേ. ഇസുവിന് കൂടെ കളിക്കാൻ ആരെങ്കിലും കിട്ടി കഴിഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. കല്ലു പിന്നെ അധികം വരാറില്ല, തോണി ആദ്യമാണ് കേട്ടോ വരല്. അപ്പോൾ അതാ കട്ടിങ് പരിപാടിയൊക്കെ കഴിഞ്ഞതിന് ശേഷം ആദ്യം തന്നെ ഞാൻ ചെമ്മീനൊന്ന് ഫ്രൈ ചെയ്യാണ്. ചെമ്മീന് പിന്നെ അധികം കുക്കിംഗ് ടൈമൊന്നും ഇല്ലല്ലോ. ചെമ്മീൻ ഇട്ട് കൊടുത്തതിന് ശേഷം ഞാൻ കുറച്ച് നേരം അടച്ച് വെച്ചിട്ടാണ് കേട്ടോ കുക്ക് ചെയ്തത്. പിന്നെ അതാ അതിലുള്ള വെള്ളമൊക്കെ ഒന്ന് വറ്റി. അപ്പോൾ അതാ ചെമ്മീൻ നന്നായിട്ട് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി ഇത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കുക കേട്ടോ. ഇനി ഞാൻ ഇതേ പാനിൽ കേട്ടോ ഈ ചെമ്മീൻ റോസ്റ്റ് റെഡിയാക്കണത്. അപ്പോൾ അതിലേക്ക് വേണ്ടിയിട്ടുള്ള വെല്ലുള്ളി, തക്കാളി, കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, ഉപ്പ്, കരിവേപ്പില ഇതൊക്കെ കൂട്ടിയിട്ട് നന്നായിട്ട് മിക്സ് ആക്കിയിട്ട് അടച്ച് വെച്ചിട്ടാണ് കേട്ടോ വഴറ്റിയെടുക്കുന്നത്. അപ്പോൾ അതാ ഇത് നന്നായിട്ട് വഴந்து വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, മുളക് പൊടി, ഗരം മസാല, കുരുമുളക്, പെരിഞ്ചീരകം അങ്ങനെ പൊടികളൊക്കെ വഴറ്റി ഇതിൻ്റെയൊക്കെ പച്ചമണം മാറിയതിന് ശേഷം നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള ചെമ്മീനും കുറച്ച് വെള്ളം കൂടിയും ചേർത്തിട്ട് ഒരു 5 മിനിറ്റ് അടച്ച് വെച്ചിട്ട് ഇതൊന്ന് കുക്ക് ചെയ്തെടുക്കാം കേട്ടോ. അങ്ങനെ ഇതാ നമ്മൾ നേരത്തെ ഒഴിച്ചിട്ടുള്ള വെള്ളമൊക്കെ ഒന്ന് വറ്റി വന്നിട്ടുണ്ട്. അപ്പോൾ ചെമ്മീനും മസാലയൊക്കെ നന്നായിട്ട് യോജിച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് ടൊമാറ്റോ സോസ്, കുറച്ച് മല്ലിയിലയും ചേർത്ത് കഴിഞ്ഞാൽ നമ്മൾ അടിപൊളിയായിട്ടുള്ള സിമ്പിളായിട്ടുള്ള ചെമ്മീൻ റോസ്റ്റ് റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഇതുപോലെ ആരും ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ എന്തായാലും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിട്ടോ. പിന്നെ ഞാൻ ഇന്ന് സ്നാക്കായിട്ട് ഉണ്ടാക്കിയത് ബാസ്ക്കറ്റ് ഷവർമയാണ്. ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള ഫുൾ വീഡിയോ നമ്മളെ ചാനലിലുണ്ട് കേട്ടോ. അപ്പോൾ ആരെങ്കിലും ഒന്ന് കണ്ടിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും അതൊക്കെ ഒന്ന് കാണുക. നല്ല അടിപൊളിയായിട്ടുള്ളൊരു ഇഫ്താർ സ്നാക്ക് തന്നെയാണ് കേട്ടോ ഈ ബാസ്ക്കറ്റ് ഷവർമ. അപ്പോൾ മസ്റ്റ് ട്രൈ ആണ്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. സ്നാക്കിൻ്റെ പരിപാടിയൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് പിന്നെ കുട്ടികൾക്ക് ഞാൻ ബൂസ്റ്റ് കൊടുക്കുന്നത്. ആദ്യം ഇസുവിന് വേണ്ടാന്ന് പറഞ്ഞത് കേട്ടോ. പിന്നെ വീഡിയോ എടുക്കാമെന്ന് കണ്ടപ്പോൾ ആള് പെട്ടെന്ന് കുടിക്കണത്. കുട്ടികൾ ബൂസ്റ്റ് കുടിച്ചതിന് ശേഷം അവരെ ഞാൻ ഷാമോനെ ഏൽപ്പിച്ചതാണ്. എന്നിട്ട് പെട്ടെന്ന് തന്നെ കിച്ചണിലേക്ക് വന്നതാണ്. ഏകദേശം നോമ്പെടുക്കാനുള്ള സമയമായിട്ടുണ്ട്. ഇന്ന് ഞാൻ ഉണ്ടാക്കുന്ന നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഓട്ടടയാണ് കേട്ടോ. നമ്മളെ വീട്ടിൽ ഓട്ടട എന്ന് പറയും, അതുപോലെ തന്നെ കുത്തപ്പം എന്നൊക്കെ പറയും.
ഈ ഓട്ടട ഉണ്ടാക്കാൻ വളരെ സിമ്പിളാണ്. അപ്പം നേരത്തെ നമ്മൾ വെള്ളത്തിലിട്ട അരി കഴുകി മിക്സിൻ്റെ ജാറിലേക്ക് ഇടുക കേട്ടോ. എന്നിട്ട് അതിലേക്ക് 2 സ്പൂണോളം ചോറ്, ആവശ്യത്തിന് വെള്ളം ചേർക്കുക കേട്ടോ. വെള്ളം ഏകദേശം നമ്മൾ ആ അരിൻ്റെ അതേ ലെവലിൽ തന്നെ വെള്ളം എടുത്താൽ മതി. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സിയിൽ അടിച്ചതിന് ശേഷം നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ്, കുറച്ച് തേങ്ങ ചിരകിയത്, ഒരല്പം വെളിച്ചെണ്ണ, ഇതൊക്കെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇത് പിന്നെ റെസ്റ്റ് ചെയ്യാൻ വെക്കൊന്നും വേണ്ട കേട്ടോ. ഇത് അടിച്ച ഉടനെ തന്നെ നമുക്ക് ചുട്ടെടുക്കാം. പിന്നെ ഇതിൽ ശ്രദ്ധിക്കേണ്ട ഈ മാവ് അധികം ലൂസാവാനും പാടില്ല, അധികം കുറുകാനും പാടില്ല. ഈ ഒരു രീതിയിൽ മതി കേട്ടോ. ശരിക്കും ഈ ഓട്ടട ചൂടോടുകൂടി കഴിക്കാനാണ് കേട്ടോ നല്ല ടേസ്റ്റ്. ഇനി ഞാൻ ഓട്ടട ചുട്ടെടുക്കാണ് കേട്ടോ. ഇതുപോലുള്ള പത്തിരിച്ചട്ടിയിലാണ് ഞാൻ ഓട്ടട ചുടുന്നത്. ഒരുപാട് പേരെ പ്രശ്നം ഞാൻ കേട്ടിട്ടുണ്ട് കേട്ടോ. ഇങ്ങനെ ഓട്ടട ചുടുമ്പോൾ ഈ പത്തിരിച്ചട്ടിയിൽ നിന്ന് കിട്ടുന്നില്ല, അതുപോലെ തന്നെ ഗ്യാസുമ്മൽ ചുടുമ്പോൾ ഇത് റെഡി ആയിട്ട് വരുന്നില്ല. അപ്പോൾ അതിനുള്ള നല്ലൊരു ടെക്നിക്ക് ഞാൻ പറഞ്ഞുതരാം കേട്ടോ. ഈ പത്തിരിച്ചട്ടി നന്നായിട്ട് ചൂടായതിന് ശേഷം മാത്രമാണ് കേട്ടോ ഇതിലേക്ക് മാവ് ഒഴിക്കേണ്ടത്. മാവ് ഒഴിക്കുമ്പോൾ നമ്മൾ ഹൈ ഫ്ലെയിമിലായിട്ട് വേണം കേട്ടോ ഒഴിക്കാൻ. എന്നിട്ട് നടുവിൽ ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. സെൻറ്റർ ഭാഗം നന്നായിട്ട് കുക്കാവാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്യണത്. പിന്നെ അതാ ചെറിയ ചെറിയ കുമിളകൾ പൊന്തതിന് ശേഷം നമ്മൾ ഫ്ലെയിം ലോ ഫ്ലെയിമിലാക്കിയിട്ട് അടച്ച് വെച്ചിട്ടാണ് കേട്ടോ ഈ ഓട്ടട ചുട്ടെടുക്കാൻ. അപ്പോൾ അതാ നമ്മളെ ഓട്ടട കുക്കായി വന്നിട്ടുണ്ട്. നമ്മൾ ചട്ടി നന്നായിട്ട് ചൂടായതിന് ശേഷം മാവ് ഒഴിക്കുന്നതുകൊണ്ടാണ് ചട്ടിയിൽ നിന്ന് പെട്ടെന്ന് തന്നെ നമുക്ക് വിട്ട് കിട്ടുന്നത്. പിന്നെ അതുപോലെ തന്നെ അതാ എല്ലാ ഭാഗവും നന്നായിട്ട് കുക്കായി വന്നിട്ടുണ്ട്. അപ്പോൾ ഇത്രയ്ക്ക് സിമ്പിളാണ് കേട്ടോ ഓട്ടട ഉണ്ടാക്കാൻ. അപ്പോൾ ഇതുവരെ ആരും ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ ഇതുപോലെയൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. പിന്നെ ഈ ഓട്ടട ചൂടോട് കൂടി കഴിക്കുകയാണെങ്കിൽ കറിൻ്റെ ആവശ്യമൊന്നുമില്ല. അതുപോലെ തന്നെ പഞ്ചസാര കൂട്ടി കഴിച്ചാൽ നല്ല അടിപൊളി ടേസ്റ്റ് തന്നെയാണ്. പിന്നെ ഇതാ ഞാൻ പെട്ടെന്ന് തന്നെ ഫ്രൂട്ട്സൊക്കെ ഒന്ന് കട്ട് ചെയ്യാണ്. ബാങ്ക് വിളിക്കാനുള്ള സമയമായിട്ടുണ്ട്. ഇന്ന് ഞാൻ ക്യാരറ്റ് ലൈമാണ് കേട്ടോ ഉണ്ടാക്കിയത്. ഈ ലൈം നമ്മൾ സാധാരണ ഉണ്ടാക്കുന്ന ലൈമിൻ്റെ പോലെ തന്നെയാണ്. ചെറുനാരങ്ങ നീര്, ചെറിയ പീസ് ഇഞ്ചി, 2 ഏലക്കായ്, ആവശ്യത്തിന് പഞ്ചസാര, പിന്നെ ചെറിയ പീസാക്കിയിട്ടുള്ള ക്യാരറ്റ് ഇതിൻ്റെ കൂട്ടത്തിൽ ചേർത്തിട്ട് നന്നായിട്ട് ഇതൊന്ന് മിക്സിയിലിട്ട് അടിച്ചെടുക്കുക. അടിച്ചതിന് ശേഷം അരിച്ചിട്ട് നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളം കൂടിയും ചേർത്ത് കൊടുക്കുക. പിന്നെ ഞാൻ ഇതിലേക്ക് കുറച്ച് കസ്കസും കൂടി ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നല്ലൊരു ഹെൽത്തി ആയിട്ടുള്ള ഡ്രിങ്കാണ് കേട്ടോ. ഇതാരും ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കി. അങ്ങനെ ഇതാ ബാങ്ക് വിളിച്ച് ഞങ്ങൾ നോമ്പ് തുറക്കുകയാണ്. അൽഹംദുലില്ലാഹ് ഇന്നത്തെ നോമ്പ് റാഹത്തായിട്ട് കഴിഞ്ഞ്. അങ്ങനെ നിസ്കാരമൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് ഞങ്ങൾ ചായ കുടിക്കുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് കേട്ടോ ഞങ്ങൾ ഇന്നത്തെ ഇഫ്താറിൻ്റെ വിശേഷങ്ങൾ. ഈ കുഞ്ഞു വ്ളോഗ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇനിയും നല്ല നല്ല വീഡിയോസും റെസിപ്പീസും ആയിട്ട് ഇൻഷാ അല്ലാഹ് നമുക്ക് കാണാം. ടേക്ക് കെയർ, ബൈ.